മാമ്പൂ കണ്ടും ഫിൽറ്ററിട്ട സ്റ്റാറ്റസ് ഫോട്ടോ കണ്ടും കൊതിക്കരുത് എന്ന് പഴയൊരു ചൊല്ലുണ്ട്. നമ്മുടെ പലപ്പോഴും പ്രൊഫൈൽ പിക്ചറുകൾ വളരെ മനോഹരമായി ആയിരിക്കും നമ്മൾ ഇട്ടിരിക്കുക. അത് കണ്ട് അനേകം പേര് ഓ സൂപ്പർ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ സമയം നമ്മൾ വളരെ കഷ്ടത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരിക്കും. സങ്കടത്തിൻ്റെ തോണിയേറി യാത്ര ചെയ്യുകയായിരിക്കും. എന്നാലും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെ മനോഹരമായി ജീവിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പേഷ്യൻസിനുമുണ്ട്. തീർച്ചയായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പേഷ്യൻസിൻ്റെ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നുള്ളത്. നമ്മുടെ ക്യാൻറ്റീനിൽ പോയിരുന്നുള്ള ഓപ്പൺ ഡിസ്കഷൻ ഇല്ലേ, പേഷ്യൻസിനെ കുറിച്ചുള്ള, അതിൻ്റെ അടുത്ത് പേഷ്യൻറ്റിൻ്റെ ഒരു ഫ്രണ്ട് ഇരിപ്പുണ്ടായിരിക്കും. ആ ഫ്രണ്ടിനോട് പേഷ്യൻ്റ് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യമായിരിക്കും നിങ്ങളുടെ ചായ വർത്തമാനങ്ങളിൽ കൂടെ അയാൾ കേൾക്കുന്നത്. സോ പബ്ലിക് പ്ലേസുകളിലിരുന്ന് പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കാൻ നമ്മളുടെ സ്റ്റാഫുകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറയുന്നത് ഒരു പബ്ലിക് പ്ലേസ്, അതായത് വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടന്നു വന്ന് ഡോക്ടർ എല്ലാവരും ഇരിക്കുമ്പോൾ നിങ്ങളാരാണ്, എനിക്ക് പരിചയമുള്ള, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു ശീലമാണ്. ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചിട്ടാണ്, ബൈസ്റ്റാൻഡേഴ്സിനെ വിളിച്ചിട്ട് ഓരോ പേഷ്യൻറ്റിനെ കുറിച്ചും പറയുന്നത്. അവിടെ ആ ഇൻഫർമേഷൻസിന് എന്ത് കോൺഫിഡൻഷ്യാലിറ്റിയാണുള്ളത്? സോ പബ്ലിക് പ്ലേസിൽ വെച്ച് യാതൊരു കാരണവശാലും പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ HIV പേഷ്യൻ്റ് ആണ് എന്നത് ഫയലിൽ എഴുതി വെക്കാൻ പറ്റുമോ? ആരൊക്കെയാണ് ഫയൽ കാണുന്നത്? സോ വിസിബിൾ ഏരിയകളിൽ അത്തരത്തിൽ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള, നിയമപരമായി പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് പേസ്റ്റ് ചെയ്ത് വെക്കാനോ എഴുതി വെക്കാനോ പബ്ലിക്കായിട്ട് കാണത്തക്ക വിധത്തിൽ എഴുതി വെക്കാനോ പാടില്ല. അവിടെ നിങ്ങൾക്കൊരു സിമ്പലൊക്കെ ഉപയോഗിക്കാം. അത് എനി വൺ ഓഫ് ദ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഉപയോഗിക്കുന്ന സിമ്പൽ വരച്ചു വയ്ക്കാം. ഇത് കോവിഡ് ഉൾപ്പെടെയുള്ള അനേകം ഡിസീസുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന എന്തോ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും സ്റ്റാഫുകളുടെ ഇടയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. അത്തരത്തിലാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ പേഷ്യൻസിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, പേഴ്സണൽ ട്രീറ്റിംഗ് ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്നത് പേഷ്യൻറ്റിൻ്റെ റൈറ്റാണ്. ആ റൈറ്റിനെ വയലേറ്റ് ചെയ്താൽ അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് PRE 2D പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ് ട്രീറ്റിംഗ് പേഷ്യൻ്റ് ഇൻഫർമേഷൻ ആസ് കോൺഫിഡൻഷ്യൽ. ഒന്നുകൂടെ ഞാൻ പറയാം, PRE 2D ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ്. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഇൻക്ലൂഡ്സ് ട്രീറ്റിംഗ് പേഷ്യൻ്റ് ഇൻഫർമേഷൻ ആസ് കോൺഫിഡൻഷ്യൽ. ആ പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലായിരിക്കുക അവരുടെ റൈറ്റാണ്, നമ്മുടെ ഔദാര്യമല്ല.